പെട്ടെന്ന് തന്നെ അബ്സോർബ് ആകുകയും ചെയ്യും കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് BSc വ്ലോഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറൊരു പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ എന്താണ് പ്രോഡക്റ്റ് എന്ന് നോക്കിയാലോ. ഇതാണ് ലാക്മേയുടെ പീച്ച് മിൽക്ക് വൈറ്റമിൻ ഇ ക്രീം മോയ്സ്ചറൈസർ. ആദ്യമേ തന്നെ പറയേണ്ട കാര്യം ഇതിന്റെ പാക്കേജിംഗ് ആണ് കേട്ടോ. നല്ല ക്യൂട്ട് ആയിട്ടുള്ള കുട്ടി പാക്കേജിംഗ് ആണ്. 3 വർഷത്തെ ഷെൽഫ് ലൈഫ് ആണുള്ളത്. ഇത് വരുന്നത് ഒരു 100 ഗ്രാമിന്റെ ബോട്ടിലാണ്. അത് മാത്രമല്ല ഇതിന്റെ വില വരുന്നത് 120 രൂപയാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്രീമി ഫോർമുലയാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നല്ല രീതിയിൽ സ്യൂട്ട് ആവുന്ന ഒരു മോയ്സ്ചറൈസറും കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സ്യൂട്ട് ആവുന്ന ഒരു ക്രീം അല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഓയിലി സ്കിന്നുകാർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ പിമ്പിൾസും ആക്നേസ് അങ്ങനെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട്. നോർമൽ സ്കിന്നുകാർക്കാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ ഏത് സ്കിൻ ടൈപ്പ് ആയാലും ശരി പാച്ച് ടെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ലാക്മേയുടെ പീച്ച് മിൽക്ക് വൈറ്റമിൻ ഇ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാവുന്നതാണ്. ആപ്രിക്കോട്ടിന്റെ എക്സ്ട്രാക്ട് ആണ് കൂടുതലായിട്ടും ഈ ഒരു മോയ്സ്ചറൈസറിൽ അടങ്ങിയിരിക്കുന്നത്. കാരണം ആപ്രിക്കോട്ട് മിൽക്ക് എന്ന് പറയത്തില്ലേ, പീച്ച് മിൽക്ക്, അതിന്റെ കണ്ടന്റ് ആണ് കൂടുതലായിട്ടും ഈ ഒരു മോയ്സ്ചറൈസിംഗ് ക്രീമിൽ അടങ്ങിയിരിക്കുന്നത്. കൂടാതെ വൈറ്റമിൻ ഇയും സൺഫ്ലവർ ഓയിലിന്റെ കണ്ടന്റും കൂടുതലായിട്ടും നമ്മുടെ ഈ ഒരു മോയ്സ്ചറൈസറിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു മോയ്സ്ചറൈസറിന്റെ കളർ വരുന്നത് ലൈറ്റ് പിങ്ക് കളറാണ്. അതുപോലെ തന്നെ ഡ്രൈനെസ്, മൊരിച്ചില് അങ്ങനെയൊക്കെ ആയിട്ട് മുഖത്താണേലും കയ്യിലും കാലിലും അങ്ങനെയൊക്കെ കാണുമല്ലോ, അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലൊരു സൊല്യൂഷനും കൂടിയാണെന്ന് പറയേണ്ടി വരും. പീച്ച് മിൽക്കിന്റെ എക്സ്ട്രാക്ട് മാത്രമല്ല, ഇതിന്റെ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ആ ഒരു പീച്ച് മിൽക്ക് ഉണ്ടല്ലോ, നമ്മുടെ ആപ്രിക്കോട്ട്, അതിന്റെ ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, മുഖം നല്ലതുപോലെ ക്ലെൻസ് ചെയ്യും, അതിനുശേഷം ടോണർ അപ്ലൈ ചെയ്യും, അതിനുശേഷം നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കൊരു ബേസ് ക്രീം ആയിട്ട് ഈ ലാക്മേയുടെ വൈറ്റമിൻ ഇ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ക്രീം കണ്ണിലൊന്നും ആവാതെ സൂക്ഷിക്കണം. കണ്ണിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകിക്കളയാം കേട്ടോ. പിന്നെ നാച്ചുറൽ ഫ്രാഗ്രൻസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ സ്മെല്ലിനാണെങ്കിലും കാര്യങ്ങളിലൊക്കെ കുറച്ചെങ്കിലും വേരി ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൂടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ കുറച്ച് എമൗണ്ട് നമ്മുടെ മോയ്സ്ചറൈസർ എടുക്കുക. എന്നിട്ട് നമ്മുടെ മുഖം നല്ലതുപോലെ ക്ലെൻസ് ചെയ്തതിനു ശേഷം ഡോട്ട് ഡോട്ടായിട്ട് നമ്മുടെ മുഖത്ത് അവിടെ ഇവിടേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ റൗണ്ടിലൊന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജെന്റിൽ ആയിട്ടുള്ളതാണ്, നോൺ സ്റ്റിക്കി ഫോർമുലയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആകുകയും ചെയ്യും കേട്ടോ. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ സ്കിന്നിൽ പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ട് നമ്മുടെ മോയ്സ്ചറൈസർ എടുക്കുക. ജസ്റ്റ് ഇതാ നമ്മുടെ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം വെച്ചേക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ചൊറിച്ചിലോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടോ നോക്കുക, പിമ്പിൾസ് ഒക്കെ വരുന്നുണ്ടോ നോക്കുക. അങ്ങനെ ഒന്നും വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രീം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ എന്റെ ഫേസിൽ എനിക്ക് ഈ ക്രീം യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്റേത് ഓയിലി സ്കിൻ ആണ്. ക്രീമി ആയിട്ടുള്ളതൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സ്യൂട്ട് ആവത്തില്ല. പക്ഷെ ഞാൻ എന്റെ കയ്യും കാലും അങ്ങനെയൊക്കെ പറയുന്നത് കുറച്ചൊക്കെ ഒരു സെമി ഡ്രൈയിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ കയ്യിലും കാലൊക്കെ നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ടാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലതുപോലെ സ്യൂട്ട് ആവുന്നതായിരിക്കും കേട്ടോ. 24 hours മോയ്സ്ചറൈസേഷൻ ലോക്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ഇതിനുള്ളതെന്നാണ് നമ്മുടെ ലാക്മേ കമ്പനി പറയുന്നത്. എന്നിരുന്നാൽ പോലും ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു 12 hours ഒക്കെ കവറേജ് നല്ലതുപോലെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ലാക്മേ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി വിശ്വസിക്കാൻ പറ്റുന്ന ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡും കൂടിയാണ്. അപ്പൊ ഇതൊക്കെയാണ് ലാക്മേ പീച്ച് മിൽക്ക് വൈറ്റമിൻ ഇ ക്രീമി മോയ്സ്ചറൈസറിന്റെ കാര്യങ്ങൾ. അപ്പൊ ഈ ലാക്മേയുടെ ക്രീം കണ്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓടിപ്പോയിട്ട് നിങ്ങൾ ഈ ക്രീം പർച്ചേസ് ചെയ്ത് അപ്ലൈ ചെയ്യാതിരിക്കുക. പകരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്രീമിന്റെ കാര്യങ്ങൾ, നമ്മൾ ഏത് ക്രീം ആയിക്കോട്ടെ, കാര്യങ്ങൾ മനസ്സിലാക്കുക, പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നുണ്ടോ എന്നും കൂടി നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം ഡിയേഴ്സ്. ബൈ.